തിരുവനന്തപുരം കിളിമാനൂരിൽ SHO ഓടിച്ച വാഹനം ഇടിച്ച് വയോധികൻ മരിച്ച കേസിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു. തിരുവനന്തപുരം ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP വിനുകുമാറിനാണ് അന്വേഷണ ചുമതല. അപകടത്തിന് ശേഷം കാർ അറ്റകുറ്റപ്പണി നടത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട്. മനീഷ് മഹിവാൾ തിരുവനന്തപുരത്തുണ്ട് വിവരങ്ങളുമായി. മനീഷ്, ഈ പോലീസ് SHO ഓടിച്ച വാഹനം ഇടിച്ച് വയോധികൻ മരിച്ച കേസിലാണല്ലോ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് അന്വേഷണം വിട്ടിരിക്കുന്നത്. എന്താണ് ഈ വാർത്തയുടെ മറ്റു വിശദാംശങ്ങൾ? GK ആദ്യഘട്ടത്തിൽ തന്നെ ഈ പാറശാല SHO വാഹനം ഓടിച്ച് ഈ അപകടത്തിൽപ്പെടുത്തിയ സംഭവത്തിൽ ഒരാഴ്ചയോളം വൈകിയാണ് ഈ കാർ കണ്ടെത്തുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കിളിമാനൂർ പോലീസ് നീങ്ങിയത്. അതുകൊണ്ട് തന്നെ കിളിമാനൂർ SHOയുടെ ഭാഗത്തു കൂടി അന്വേഷണത്തിൽ വീഴ്ചയുണ്ട് എന്ന് കണക്കാക്കിക്കൊണ്ടാണ് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം അത് ക്രൈംബ്രാഞ്ചിന് വിടാൻ തീരുമാനിച്ചത്. ഒപ്പം തന്നെ ഈ പ്രതി P അനിൽകുമാർ ഈ വാഹനം ഇടിച്ച ശേഷം അതിന്റെ ഇടതുവശത്തെ മിറർ തകരാറിലായിരുന്നു. ഒപ്പം തന്നെ അതിന്റെ ഫ്രണ്ട് മിററും തകരാറിലായിരുന്നു. ഇത് രണ്ടും ഒരു വർക്ക്ഷോപ്പിൽ, പാറശാലയിൽ ഒരു വർക്ക്ഷോപ്പിൽ കയറ്റി അത് തെളിവ് നശിപ്പിക്കലിന്റെ ഭാഗമായി ഇത് വീണ്ടും നന്നാക്കിയതായി കൂടി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ആണ് നിലവിൽ ഈ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറ്റം. നിലവിൽ അനിൽകുമാർ ഒളിവിലാണ്. അനിൽകുമാറിനെതിരെ ഇന്നലെയായിരുന്നു സസ്പെൻഷൻ നടപടി ദക്ഷിണ മേഖല IG ഉത്തരവിട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യ അപേക്ഷയ്ക്കും ബന്ധപ്പെട്ട് ഒരു അഭിഭാഷകൻ മുഖേന കോടതിയിൽ ഈ അനിൽകുമാർ ബന്ധപ്പെടുത്തുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അനിൽകുമാറിന് ഈ സംഭവം കഴിഞ്ഞ് ഒരാഴ്ച പിന്നിട്ടും പോലീസ് നടപടിയെടുക്കാനോ അല്ലെങ്കിൽ മൊഴിയെടുക്കാനോ പോലും വിളിച്ചില്ല എന്ന ആക്ഷേപമുണ്ട്. ഒപ്പം തന്നെ നിലവിലും സേനയിലുള്ള ചില ആളുകൾ അനിൽകുമാറിനെ സംരക്ഷിക്കുകയാണെന്നുള്ള ആക്ഷേപം കൂടി ഉയരുന്ന ഘട്ടത്തിലാണ് നിലവിലെ അന്വേഷണം ഈ രീതിയിൽ കൂടി പുരോഗമിക്കുന്നത്. എന്താണെങ്കിലും അനിൽകുമാറിനെ അറസ്റ്റ് ചെയ്യുമോ അതോ അനിൽകുമാർ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി ശ്രമിക്കുമോ എന്നതാണ് നോക്കിക്കാണേണ്ടത്. അന്വേഷണം ഒരു ഘട്ടത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്ന് പുരോഗമിക്കുകയാണ്. GK. ശരി മനീഷ് മഹിവാലാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.